സന്ധ്യയൊക്കെ ആയപ്പോ ഒന്ന് വിചാരിച്ചു ഓച്ചറയിലോട്ടൊന്ന് ഇറങ്ങാന്ന്. അവിടെ ഇപ്പം വൃശ്ചികോത്സവം നടക്കില്ല, ഇപ്പൊ എല്ലാരും ഓച്ചറയില. ആദ്യമേ പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് അവിടേക്ക് ഒന്ന് കറങ്ങി അടിക്കാന്ന് വിചാരിച്ചു. ഓരോ വൃശ്ചികം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വൃശ്ചികം എന്നാന്നുള്ള കാത്തിരിപ്പാ. പിന്നെ പൈസയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, എന്തോ വേണേലും മേടിച്ചിട്ടോ, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഏതെടുത്താലും 20, 30, 40 പറഞ്ഞാൽ ഒത്തിരി കടകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് കയറി എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ 20 രൂപയുടെ ഒന്നും കാണത്തില്ല, മിക്കതിനും 40 രൂപയായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിന്ന് 2 സാധനം മേടിച്ചേട്ടോ. ഈ പ്രാവശ്യമാണ് 2 തൊട്ടിയാട്ടം ഉണ്ടായിരുന്നു. അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആളുകളുടെ നിലവിളിയാ കേൾക്കുന്നത്. എനിക്കിതിലൊക്കെ കയറാൻ പേടിയോ. പിന്നെ ഇതിന്റെ തലേ ദിവസം ജാനിയായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു. അന്നേരം അവിടെ പോയി അവക്ക് കമ്പനി കൊടുക്കാനായിട്ട് ഈ ട്രെയിനിലൊന്ന് കയറി, അതോടെ മതിയായി. പിന്നെ ഓച്ചറ വൃശ്ചികത്തിന് പോയിട്ട് ഒരു ബജ്ജി പോലും കഴിക്കാതെ തിരിച്ചു വരുന്നവരാരും കാണത്തില്ല. പോയി മുളക് ബജ്ജി കഴിച്ചു. എനിക്ക് മുളക് ബജ്ജിയേക്കാൾ ഇഷ്ടമായി കോളിഫ്ലവറാ. ഇതിന്റെ ഇടയ്ക്ക് പഴകിയതൊക്കെ ഇവിടുന്ന് പിടിച്ചെന്ന് പറയുന്ന കേട്ടോ, എന്തോ. ഈ വർഷമാണെങ്കിൽ കമ്മലുകാർ ഇഷ്ടം പോലായിരുന്നു, എവിടെ നോക്കിയാലും കമ്മലായിരുന്നു. അതുകൊണ്ട് 1-2 കമ്മലും കൂടെ മേടിച്ചേട്ടോ. പിന്നെ ചെടിക്കട കയറി ഒന്ന് കറങ്ങി, പക്ഷെ ഒരു ചെടിയും മേടിച്ചില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ച് തിന്നുകൊണ്ട് വീട്ടിൽ പോയി.